Hello friends, welcome back to Code Blasters. So ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു വെബ് പേജ് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള HTML ടാഗ്സിനെ കുറിച്ചാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്കറിയാം ഇപ്പോൾ HTML ഒരുപാട് ടാഗ്സ് ഉണ്ട്. ഇവിടെ തന്നെ HTML ടാഗ്, ഹെഡ് ടാഗ്, മെറ്റാ ടാഗ്, ബോഡി ടാഗ്. സോ നൗ ഒരു ടെക്സ്റ്റ് കോണ്ടന്റ് വെബ് പേജിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി വെബ് പേജസ് ആർ ലൈക്ക് ന്യൂസ് പേപ്പേഴ്സ്. ഒരു ന്യൂസ് പേപ്പർ നിങ്ങൾ രാവിലെ വായിക്കുന്ന ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതും നമ്മളെ വെബ് പേജും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട് ഒരുപാട്. സോ അതിനകത്തൊരു ഹെഡിങ് ഉണ്ട്, ഒരു പാരഗ്രാഫ് ഓഫ് ടെക്സ്റ്റ് ഉണ്ട്, ഒരുപാട് സെൻറ്റൻസസ് ഉണ്ട്. സോ അതൊക്കെ അതിൻ്റെ പ്രോപ്പർ പ്ലേസ്മെൻറ്റ് വെച്ചിട്ടാണ് ഒരു ന്യൂസ് പേപ്പർ നിങ്ങൾ വായിക്കുക. ഒരു ഡിസ്ക്രിപ്റ്റീവായ ഒരു കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളത് എടുത്ത് വായിച്ച് നോക്കൂ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ഒഴിവാക്കും. സോ വെബ് പേജസിലും ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമ്പിൾസിലൂടെ പഠിക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ടു ഡു ദാറ്റ് ഞാൻ എൻ്റെ ഈ കോഡിൽ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. സോ ബോഡി ടാഗിനകത്ത് നമ്മൾ ഇന്നലെ പഠിച്ച ക്ലാസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ റിമൂവ് ചെയ്യാം. സോ ലെറ്റ് സി വാട്ട് ഹാപ്പൻസ്. ക്ലിക്ക് ഓൺ സേവ്, റിഫ്രഷ്. ഓക്കെ, സോ ദി കണ്ടൻസ് ആർ ഗോൺ. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് ഞാൻ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നോക്കുക നമ്മൾ ഹെഡിങ് ആണ്. ഓക്കെ, സോ ഹെഡിങ് അതേപോലെ വെബ് പേജിലും ഒരു ഹെഡിങ് ടാഗ് ഉണ്ട്. ആഫ്റ്റർ ഹെഡിങ് നമ്മൾ അതിൻ്റെ കോണ്ടൻസ് വായിക്കും, റൈറ്റ്? ആ കോണ്ടൻസിനെ പാരഗ്രാഫ് ടാഗ്സും ഉണ്ട് വെബ് പേജസ്. ഓക്കെ, സോ ഇതിനെ കുറിച്ചിട്ടുള്ള ബ്രീഫിംഗ് ആയിരിക്കും ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. മെയിൻലി വെബ് പേജ് കോണ്ടൻസിൽ ഹെഡിങ് ടാഗ് 6 ടൈപ്സ് ഉണ്ട്, ലൈക്ക് H1, ഓക്കെ, H1, H2, H3, H4, H5, H6. ഹെഡിങ് ടാഗ്സിൽ ഈ 6 ടൈപ്സ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. മെയിൻലി H1 ടെക്സ്റ്റ് ഇടാം, കോഡ് ബ്ലാസ്റ്റേഴ്സ്, ആൻഡ് next H2 code blasters. ഓക്കെ, ഇതിനോട്ടൊരു ഷോർട്ട് കട്ട് ഉണ്ട്, Alt Shift down arrow. 1 2 3 4 5 6. ഓക്കെ, 6 ടൈപ്സ്. ഇവിടെ ചേഞ്ചസ് വരുത്താം. ഈ ചേഞ്ചസ് വരുത്തുന്നതും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. Control D പ്രസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇനി കാണാൻ പോകുന്ന മാജിക് വിൻഡോ H3, H4. അതുപോലെ നെക്സ്റ്റ് ലൈൻ വരിക, Control D പ്രസ് ചെയ്യാം, ആൻഡ് H5. നെക്സ്റ്റ് Control D, H6. ഓക്കെ, സോ ഇത് എക്സ്ട്രാ ആണ്, പിന്നെ റിമൂവ് ചെയ്തു. നൗ സേവ് ഇറ്റ് ആൻഡ് റിഫ്രഷ് ചെയ്ത് നോക്കൂ. സി ഓക്കെ, ഞാൻ ഇത് ഇവിടെ നിന്ന് കളയാം. H1 എഴുതിയ കോഡ് ബ്ലാസ്റ്റേഴ്സ് കുറച്ച് കൂടി വലിപ്പമുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള H2 കോഡ് ബ്ലാസ്റ്റേഴ്സ് കുറച്ച് ചെറുതായി, പിന്നെ H3 ചെറുതായി, H4 ചെറുതായി, H6 വളരെ സ്മോളായി. റിഫ്രഷ് ചെയ്യാം, ഓക്കെ, വളരെ സ്മോളായി. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ്. ഹെഡിങ് ടാഗ് പോലെ തന്നെ പാരഗ്രാഫ് ടാഗിനും സ്പെഷ്യാലിറ്റി ഉണ്ട്. സോ പാരഗ്രാഫ് എങ്ങനെ എഴുതണം കാണിച്ചു തരാം. ആംഗുലർ ഓപ്പൺ, P ആംഗുലർ ക്ലോസ്. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുക്കാം. ലെറ്റ്സ് ബിഗിൻ അവർ വെബ് ഡെവലപ്മെൻറ്റ് ജേർണി. ഓക്കെ, ആൻഡ് ക്ലിക്ക് ഓൺ സേവ്, റിഫ്രഷ്, സേവ്. സോ ഹെഡിങ് 6 ടൈപ്സ് ആൻഡ് പാരഗ്രാഫ്. സോ H1 ഓൺലി വൺസ്, നമുക്കൊരു വെബ് പേജിൽ ഓൺലി വൺസ് വി ക്യാൻ യൂസ് ഇറ്റ്, H1. അതിനുശേഷം വരുന്ന സബ് ഹെഡിങ് ആണ് H2. H2ൻ്റെ താഴെ വരുന്ന സബ് ഹെഡിങ് ആണ് H3. ഓക്കെ, സോ അതെങ്ങനെയാണ് അതിൻ്റെ പ്ലേസ്മെൻറ്റ് എന്ന് നോക്കാം. ഓക്കെ, അതൊരു H1,
web development tutorials H1 and H2 let's start with the basics. H2 നാത്ത് ഒരു പാരഗ്രാഫ് വെക്കാം. ഓക്കെ, മൈ ഫസ്റ്റ് കോഡ്. സോ ഇതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യും നോക്കാം. സേവ്, റിഫ്രഷ്. സോ ഇതിപ്പോൾ ഒരു H1 ആണ്, വെബ് ഡെവലപ്മെൻറ്റ് ട്യൂട്ടോറിയൽസ്. H2 സബ് ഹെഡിങ് ആൻഡ് എ പാരഗ്രാഫ്. എന്നെ ഒരു H3 വെച്ച് നോക്കാം നമുക്ക്. H3 നമുക്ക് how to learn the code. Very paragraph. My second code. Okay, see H1 വെബ് ഡെവലപ്മെൻറ്റ് ട്യൂട്ടോറിയൽസ്. H1 ഇതൊരു മെയിൻ ഹെഡിങ് ആണ്, ഇത് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആണ്. സോ ഡെഫിനറ്റ്ലി ഒരാൾ ഒരു വെബ് പേജിൽ വന്ന് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുമ്പോൾ ഹി വിൽ ബി ഇൻട്രസ്റ്റഡ്. ഓക്കെ, സോ അതിനെ കുറിച്ച് ഫർദർ അവൻ വായിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ബേസിക്സ്. മൈ ഫസ്റ്റ് കോഡ്, ഹൗ ടു ലേൺ ദ കോഡ് ഇതാണ്. അപ്പോൾ ഈ ഹെഡിങ് ഡെഫിനറ്റ്ലി ഗിവ്സ് മീനിങ് ടു എ കണ്ടന്റ്. ഈ ഹെഡിങ് ഒരു കണ്ടന്റിൽ കറക്റ്റായ ഒരു മീനിങ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ പാരഗ്രാഫ്സിന് അവിടെ ഒരു റോൾ ഉള്ളൂ. ഒരു പാരഗ്രാഫ്സ് എത്ര നന്നായിട്ട് എഴുതി കഴിഞ്ഞാലും ഹെഡിങ് നല്ലയില്ലെങ്കിൽ ആൾക്കാരത് വായിക്കില്ല. സോ ഈ ഹെഡിങ് ആൻഡ് പാരഗ്രാഫ് ടാഗ്സ് ഇവിടെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ന്യൂസ് പേപ്പർ കട്ടിങ് ഹെഡിങ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സി മെയിൻലി ഇവിടെ മെൻ വാക്ക് ഓൺ H1. സി ഇത് ആ ടൈറ്റിൽ ഒത്തിരി ഡിസ്ക്രിപ്റ്റീവ് ആണ്. മെൻ വാക്ക് ഓൺ മൂൺ, അത് എന്താണ് എന്ന് നോക്കാൻ വേണ്ടി ഡെഫിനറ്റ്ലി നമ്മൾ വായിക്കും ഫർദർ. സി H2 ഇതാണ്, വോയിസ് ഫ്രം മൂൺ, ഈഗിൾ ഹാസ് ലാൻഡഡ്, എ പൗഡറി സർഫേസ് ഇസ് ക്ലോസ്ലി എക്സ്പ്ലോർഡ്. H2. സി അതിൻ്റെ താഴെ H3 ഇതാണ് H3. സോ അതിൻ്റെ പ്ലേസ്മെൻറ്റ് കറക്റ്റായി കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ കോണ്ടന്റ് ഒത്തിരി നന്നാവും. ആൻഡ് ഞാൻ പറഞ്ഞ ഹൈറാർക്കി H1 ടാഗ്, ഒരു പേജിൽ H1 ടാഗ് ഓൺലി വൺസ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ H1 ടാഗ് ഇവിടെ യൂസർ എക്സ്പീരിയൻസ്, ഗുഡ് യൂസർ എക്സ്പീരിയൻസും പുവർ യൂസർ എക്സ്പീരിയൻസിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. ഈ വെബ് പേജിൽ H1 ഓൺലി വൺസ് യൂസ് ചെയ്തിട്ടുള്ളൂ. പേജ് ടൈറ്റിൽ, അതിനുശേഷം ഒരു ഹെഡിങ്, അതിനുശേഷം H3 സബ് ഹെഡിങ്, സബ് ഹെഡിങ്, അങ്ങനെ പോകും. ഇവിടെയാണെങ്കിലോ ഫസ്റ്റ് തന്നെ H2 ഒരു സബ് ഹെഡിങ് ആണ് ഫസ്റ്റ് ഇട്ടത്, അതിനുശേഷം സബ് ഹെഡിങ്, അതിനുശേഷം മെയിൻ ഹെഡിങ് ഇട്ടതോ അതിൻ്റെ മിഡിലാണ്. സോ ഇതൊരു പുവർ യൂസർ എക്സ്പീരിയൻസ് ഉണ്ടാക്കും. പുവർ യൂസർ എക്സ്പീരിയൻസ് മാത്രമല്ല, ഇത് SEO പർപ്പസിന് വളരെ പുവറാണ്. ഈ H1 ഓൺലി വൺസ് നിങ്ങളെ വെബ് പേജിൽ യൂസ് ചെയ്യുക, അത് SEO പർപ്പസിന് ഒരുപാട് ഗുണം ചെയ്യും. കാരണം ഈ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ക്രോളേഴ്സൊക്കെ ഇപ്പോൾ ഞാനിവിടെ എഴുതി വെബ് ഡെവലപ്മെൻറ്റ് ട്യൂട്ടോറിയൽസ്, അപ്പോൾ അതിൻ്റെ ഹെഡിങ് ടാഗ് എത്രത്തോളം അത് ഡിസ്ക്രിപ്റ്റീവ് ആണ്, അത്രത്തോളം ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ക്രോളേഴ്സ് അത് കറക്റ്റായി അവർ ഫെച്ച് ചെയ്യും. ആൻഡ് SEO ഓപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഗുണം ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അതുമാത്രമല്ല ആക്സസിബിലിറ്റി, ഈ വെബ് ഡെവലപ്മെൻറ്റ് അക്സസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ അക്സസിബിലിറ്റി പറഞ്ഞാൽ വിഷ്വലി ഇമ്പയർഡ് ആയ ആൾക്കാർ ചിലപ്പോൾ അവർക്ക് അത് കാണാൻ പറ്റില്ല, ബട്ട് അവർ മറ്റ് ചില ഡിവൈസിലൂടെ അത് ഹിയർ ചെയ്യും. സോ അവിടെയില്ല വോയിസ് റെക്കഗ്നീഷൻ ഡിവൈസ്, അതിൽ ഹിയർ ചെയ്യുമ്പോൾ നിങ്ങളത് പ്രോപ്പറായിട്ട് H1 അതിനകത്ത് പ്ലേസ് ചെയ്തില്ലെങ്കിൽ അതൊരു ഒത്തിരി ഡിഫിക്കൽട്ട് നമുക്കുണ്ടാക്കും. ആക്സസിബിലിറ്റി വേറെ തന്നെ ഒരു ടോപ്പിക്കാണ്, ഞാൻ പറഞ്ഞുതരാം.
സോ നെക്സ്റ്റ് ഫർദർ വീഡിയോസിൽ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര.